ദീനി ഇലാഹി അല്ലെങ്കിൽ തൗഹീദി ഇലാഹി എന്ന പേരിൽ അക്ബർ നിർമ്മിച്ച ഒരു പ്രത്യേക എന്താ പറയുക ഒരു കൺസെപ്റ്റ് ഒരു ആശയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ അക്ബർ ആഗ്രഹിക്കുകയും അക്ബർ അതിനുവേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം അന്നത്തെ മുഗൾ രാജഭരണത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം ഇബാദത്ത് ഖാന എന്ന പേരിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുകയും അവിടെ നടന്ന ചർച്ചകളുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ ഒരു ആശയ സംഹിതയായിരുന്നു ദീനി ഇലാഹി. വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതകളും കൂടിച്ചേർന്നതായിരുന്നു ഇത്. ഇതിൻ്റെ ഭാഗമാകാൻ അക്ബർ ആരെയും നിർബന്ധിച്ചിരുന്നില്ല. പ്രവേശന ചടങ്ങുകൾ ഒഴികെ ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധനാ സ്ഥലമോ പുരോഹിതന്മാരോ ദീനിയിലായിക്കുണ്ടായിരുന്നില്ല. സുൽഹ് കുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു ഈ ദീനി ഇലാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ദീനി ഇലാഹി എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് ഒരുമിച്ചിരുന്ന് സംവാദങ്ങൾ നടത്താനും എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയൊരു ആശയ സംഹിത ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ദീനി ഇലാഹി കൊണ്ട് ആരുദ്ദേശിച്ചത്? അക്ബർ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മൻസബ്ദാരി എന്ന് പറയുന്ന സിസ്റ്റം എന്താണ് എന്നാണ്. ശക്തമായ സൈനിക സംവിധാനമായിരുന്നു മുഗൾ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഭരണം നിലനിർത്താനും അതുപോലെ സാമ്രാജ്യം വിപുലപ്പെടുത്താനും ചക്രവർത്തിക്ക് സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പിന്തുണ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി അക്ബർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു മൻസബ്ദാരി അഥവാ സൈനികരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പിന്തുണ കൃത്യമായിട്ട് ലഭ്യമാകാൻ വേണ്ടി അക്ബർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം. മൻസബ് എന്ന പദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിയാണ് ഈ മൻസബ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പദവി വഹിച്ചിരുന്നവർ മൻസബ്ദാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥന്മാരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിക്കുകയും മൻസബ്ദാർ നിലനിർത്തിയിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പദവി നിർണയിച്ചിരുന്നത്. 30-ൽ പരം പദവികൾ ഇത്തരത്തിലുണ്ടായിരുന്നു. 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിലുണ്ടായിരുന്നു. ഓരോ മൻസബിനും 2 ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് സത്ത്, രണ്ടാമത്തേത് സവർ. സത്ത് എന്ന വാക്കുകൊണ്ട് വ്യക്തി എന്നാണ് അർത്ഥം. അത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ വേതനത്തെയും സൂചിപ്പിക്കുന്നു. സവർ എന്നതുകൊണ്ട് ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൻസബ്ദാരി സിസ്റ്റത്തിൽ മൻസബ് എന്ന് പറയുന്നത് സൈനിക തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ്. ഈ മൻസബിൻ്റെ കീഴിൽ ഒരാളുടെ സത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളവും ആ വ്യക്തിയുടെ സ്ഥാനവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന പോലെ സവർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കീഴിൽ എത്രത്തോളം കുതിരപ്പടയാളികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ സൈനികർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ വർദ്ധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമായിരുന്നു മൻസബ്ദാരി സിസ്റ്റം അല്ലെങ്കിൽ മൻസബ്ദാരി സമ്പ്രദായം. അടുത്തത് ജാഗിർദാരി സിസ്റ്റമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അഥവാ മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ മറ്റൊരു പരിഷ്കാരമായിരുന്നു ജാഗിർദാരി. സൽത്തനത്ത് കാലത്തെ ഇക്തയുടെ അതേ പതിപ്പായിരുന്നു ജാഗിർദാരി. മൻസബ്ദാർമാർക്ക് ശമ്പളത്തിനു പകരമായിട്ട് ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായത്തെയാണ് ജാഗിർദാരി എന്ന് പറയുന്നത്. ഇങ്ങനെ നൽകപ്പെട്ട ഭൂമി ജാഗിർ എന്നറിയപ്പെട്ടു. ജാഗിർ ഭൂമിയുടെ കയ്യവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നത്. അവരെ ജാഗിർദാർമാർ എന്ന പേരിലും വിളിച്ചിരുന്നു. ഇക്ത സമ്പ്രദായത്തിലേതുപോലെ ജാഗിർ സമ്പ്രദായത്തിന് പ്രത്യേകിച്ച് എന്താ പറയുക, അവരാ ഭൂമിയിൽ താമസിക്കുകയോ ഭരണനിർവഹണം നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പകരം ജാഗിർദാരി പദവി പരമ്പരാഗതമായിരുന്നില്ല. അവരെ രാജാവ് സ്ഥലം മാറ്റി നിയമിച്ചിരുന്നു. നിശ്ചിത ഭൂമിയിലെ നികുതി പിരിച്ച് അത് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു
ഈ ജാഗീർദാരിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരം എന്ന് പറയുന്നത്.